ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ മോർണിംഗ് റൊട്ടീൻ, അതായത് രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുള്ള വിശേഷമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഭക്ഷണത്തിന് പ്രത്യേക ഒരു വൈബാണ്. കാരണം ഞങ്ങൾ ഇന്നലെ പുറത്തൊരു അടുപ്പൊക്കെ ഉണ്ടാക്കി സെറ്റാക്കിയതിന് ശേഷമാണ് കേട്ടോ ഇന്ന് രാവിലെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറാണ് കേട്ടോ. അപ്പം ഞാനിതാ പുറത്ത് കടുപ്പ് സെറ്റാക്കിയതിനെ കൊണ്ട് തന്നെ ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനാണിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു അലുമിനിയത്തിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ എണ്ണ തടവി കൊടുത്താലാണ് കേട്ടോ വിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതാ എണ്ണയൊക്കെ നല്ലോണം തടവി കൊടുത്തിട്ട് ഇനി അതാ ഓരോ കുഴിയിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ ആവിയിലൊക്കെ വെച്ചതിന് ശേഷം ഇതാ തൊട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് വെന്തുക്കണമെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ പച്ചവെള്ളത്തിലൊന്ന് കൈമുക്കിയിട്ടൊന്ന് തൊട്ട് നോക്കിയാൽ മതി. അപ്പോൾ എന്താ വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കട്ടി പോലെ ഉണ്ടാകും. വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് പോലെ അങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ തൊട്ട് നോക്കി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതാ ഈ ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് എടുത്തിട്ട് മാറ്റിയോട്ടെ. അങ്ങനെ ഇപ്പോൾ ഇതാ എല്ലാ ട്രിപ്പും കഴിഞ്ഞിട്ടോ. അത് ലാസ്റ്റ് ട്രിപ്പ് ഒരു 3 ഉണ്ടായിരുന്നു, അതും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് സാമ്പാറാണ് കേട്ടോ ഇന്ന് സൈഡായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ പച്ചക്കറിയൊക്കെ ഞാൻ ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഇതാ ഉണക്കമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി സാമ്പാർ പൊടിയും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ട് അതൊന്ന് അരച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ കറിയിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു വറവിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാകുമ്പോൾ കറിക്കന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ സംഭവം ഒന്ന് അരച്ചിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വറവിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വറവിടുന്നത് ഉലുവയും കടുകും വേപ്പിൻ്റെ ഇലയും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള സാമ്പാറിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ ദാ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഈ ഇഡ്ഡലിയും സാമ്പാറും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. എനിക്ക് ചട്നിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ സാമ്പാറും ഇഡ്ഡലിയും അതുപോലെ തന്നെ സാമ്പാറും ദോശയൊക്കെ കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങൾ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.